എൻ്റെ പേര് ഫ്രാൻസിസ് ടിയോ. ഞാനിവിടെ 1975 ഈ സ്കൂൾ തുടങ്ങിയത്. അന്ന് മുതൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ തുടങ്ങുമ്പോൾ സെൻറ് തോമസ് മൗണ്ടിൽ എന്നാണ് സ്ഥലത്തായിരുന്നു. പൂളക്കടവ് സെൻറ് തോമസ് മൗണ്ട്. സെൻറ് തോമസ് പ്രസ് എന്ന് പറഞ്ഞിട്ട് പ്രസ്സായിരുന്നു. പ്രസ് നിർത്തിയപ്പോൾ അന്നത്തെ അച്ഛൻ ഫാദർ ചെസാരിയോസ്, ജെയിംസ് ചെസാരിയോസ് അച്ഛൻ്റെ ആശയത്തിലാണ്, അവരുടെ മാനേജ്മെൻറ്റ് തീരുമാനത്തിലാണ് ആദ്യമായിട്ട് മലബാറിൽ CMI സഭയ്ക്ക് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാൻ ആശയമുണ്ടായിരുന്നു. അങ്ങനെ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ എന്നായിരുന്നു ആദ്യത്തെ പേര്. ജോസ് പറഞ്ഞ പോലെ 122-130 സ്റ്റെപ്പ് കയറിയിട്ടാണ് ആ സ്കൂൾ നടന്നിരുന്നത്. അപ്പോൾ അവിടേക്ക് ഒരു വാൻ ഉണ്ടായിരുന്നു, KLCൻ്റെ 1098 എന്ന മാറ്റഡോർ വാൻ. അതിൽ ഡ്രൈവർ എൻ്റെ അമ്മാവനായ തോമസ് ചേട്ടനായിരുന്നു. ഞാനതിൽ കൊണ്ടുവരാൻ ബോയ് ആയിട്ടും പോകും. എനിക്കന്ന് 18 വയസ്സായിരുന്നു. അങ്ങനെ കുറച്ച് 10-25 കുട്ടികളുണ്ടാവും ആ വാനിൽ. ആ വാൻ വരും. അങ്ങനെ 1-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സാണ് തുടങ്ങിയത്. 1-ാം ക്ലാസ്സിൽ 46 കുട്ടികളും 5-ാം ക്ലാസ്സിൽ 24 പിള്ളേരാണ് ഉണ്ടായിരുന്നത് ആദ്യം. അതിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പല പ്രസൻറ്റേഷൻ ഉണ്ട്, സെൻറ് ജോസഫ് ബോയ്സ് ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, അങ്ങനെ പല വിദ്യാലയത്തിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് കുട്ടികൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്നിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് തുടക്കത്തിലായ കാരണം കുട്ടികളെ എല്ലാം എടുത്തിരുന്നു. അപ്പോൾ അന്ന് 7 സ്റ്റാഫുമായിട്ടാണ് തുടങ്ങിയത്. അതിൽ മെയിനായിട്ട് എടക്കരച്ചനായിരുന്നു അതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്തത്. എടക്കരച്ചൻ, ജോർജ് പടന്നവാക്കലച്ചൻ, ഇവരൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്ന അച്ഛന്മാരോട്. പിന്നെ ആ സ്കൂള് 1 തൊട്ട് പിന്നത്തെ വർഷം 76-ൽ 2-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സും തുടങ്ങി. വീണ്ടും അങ്ങനെ ഓരോ വർഷം കയറി വന്നു. നമ്മുടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. എന്നുവെച്ചാൽ ആരൊക്കെ പറഞ്ഞു, ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്നു കഴിഞ്ഞാൽ CBSEയിലായിരുന്നു അന്ന് സ്കൂളുണ്ടായിരുന്നത്, കേരള സിലബസ് അല്ല. അപ്പോൾ പ്രീ ഡിഗ്രി, അന്ന് SSLC കഴിഞ്ഞാൽ +1 +2 ഇല്ല, പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ കിട്ടാൻ വിഷമമായി തുടങ്ങി. റിസൾട്ട് വരുമ്പോൾ നേരം വൈകും. അപ്പോൾ 9 വരെ ഇവിടെ പഠിക്കും. അത് കഴിഞ്ഞാൽ ഇവർ അച്ഛൻ ഗേൾസും ബോയ്സും ഗണപതി അവിടേക്കൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അത് 81-ലാണ് ഫസ്റ്റ് ബാച്ച് ഇറങ്ങണേ. 82-ൽ 16 പേര് എഴുതി. 83 എത്തുമ്പോഴേക്കും 2 കുട്ടികളായിപ്പോയി. അപ്പോഴേക്കും പിന്നെ രണ്ടാമത്തെ കാരണം, നമുക്കവിടെ വലിയൊരു ഗ്രൗണ്ട് AR പ്രകാരം 3 ഏക്കർ സ്ഥലം വേണമെന്നാണ്. അതിൽ ഗ്രൗണ്ടില്ല. ഈ സെൻറ് തോമസ് മൗണ്ടിലാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാക്കാനുള്ള സാഹചര്യമില്ല. അത് ഒരു കുന്നിൻ പ്രദേശമായിരുന്നു. അപ്പോൾ ജോബച്ചൻ്റെ കാലത്തും കൊളംസച്ചൻ്റെ കാലത്തും ഇവിടെ സ്ഥലങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടാണ് ഇവിടെ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഇത് വാസുദേവൻ നമ്പൂതിരിൻ്റെ മന പോലെയായിരുന്നു. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള, ഇവിടുത്തെ ഭാഷ എന്താ പറയുന്നില്ല, ഇങ്ങനെ അടുക്കടുക്കായെന്ന് പറയും. അങ്ങനെ ഒരു 5-6 സ്റ്റെപ്പായിട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഇത് 1 ലക്ഷത്തിനാണ് വാങ്ങിയത് ഈ സ്ഥലം. 3 ഏക്കർ 1 സെൻറ്റ് സ്ഥലമാണ്. 1 ലക്ഷത്തിന് അന്നത്തെ വില. അതായത് 78-79-ലാണ് ഇത് വാങ്ങുന്നത്. 1 ലക്ഷത്തിനാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ തൊട്ട് 2 പറമ്പ് അപ്പുറത്തായിട്ട് ഒരു 80 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. 16 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ LP ക്ലാസ് അവിടെ തുടങ്ങാമെന്നുള്ള ഇതിലാണ് തുടങ്ങിയത്. പക്ഷേ പിന്നെ അവിടെ നടന്നില്ല. അതങ്ങനെ സ്ഥലം പിന്നെ വിറ്റുപോയി. പിന്നെ അത് കൈനടിക്കാരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ തന്നെ സ്കൂളിൽ തുടങ്ങി. അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് അത് കഴിയുമ്പോൾ ഈ കേരള സിലബസിലേക്ക് അംഗീകാരം കിട്ടി നമുക്ക്. 86-ാണ് ഫസ്റ്റ് ബാച്ച് ഇറങ്ങുന്നുണ്ട്. 86-87 ഫസ്റ്റ് ബാച്ച് ഇറങ്ങി. അന്ന് 7-ാം റാങ്ക് കിട്ടി. ഫസ്റ്റിൽ ഇവിടെ കിട്ടുന്ന ആ റാങ്കാണ് 7-ാം റാങ്ക്. അത് രാജശേഖര വർമ്മ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കിട്ടിയത്. അവനിപ്പോൾ കോയമ്പത്തൂർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടിട്ടില്ല ഞാൻ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് ഓരോ റാങ്കുകളും കിട്ടാൻ തുടങ്ങി. 2000 എത്തിയപ്പോഴേക്കും നമുക്ക് 1-ഉം 2-ഉം 14-ാം റാങ്ക് കിട്ടി. നമ്മുടെ ഇവിടെ കോഴിക്കോട്ടിലെ ജില്ലയ്ക്ക് ആദ്യത്തെ റാങ്ക് ഗണപതി സ്കൂളാണെന്നുണ്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫസ്റ്റിൽ ഇവിടെ വരുന്നുണ്ട് 1-ാം റാങ്ക്. അത് ഒരു സ്കൂളിന് ഒരുമിച്ച് കിട്ടുന്നത് കേരളത്തിൽ തന്നെ അപൂർവമാണെന്നാണ് എൻ്റെ അറിവ് ഇപ്പോഴും. 1-ാമത്തെ റാങ്കും 2-ാമത്തെ റാങ്കും 14-ാം റാങ്കും, അങ്ങനെ 3 റാങ്ക് നമ്മുടെ സ്കൂളിന് കിട്ടിയിട്ടുണ്ട് 2000-ൽ. ആ വർഷമായിരുന്നു നമ്മുടെ ജൂബിലി വർഷം. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മുടെ സ്കൂൾ തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു അപ്പോൾ ആ സമയം 2000-ഒക്കെ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2000-ലേക്ക് എത്തി, വീണ്ടും 81-ലേക്ക് തന്നെ വരികയാണ്. 81-ലാണ് നമ്മുടെ സ്കൂളിന് കേരളപ്പിറവി ദിനത്തിൽ ഒരു റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു. റൂട്ട് മാർച്ചിൽ ഒരു 30 സ്കൂളുകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മിഠായിത്തെരുവൂടെ പോകുമ്പോൾ മഴ പെയ്തപ്പോൾ മറ്റുള്ള സ്കൂളുകളിലെ കുട്ടികളൊക്കെ കയറി നിന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രം കയറി നിന്നില്ല. അവരതേ റൂട്ടിൽ തന്നെ എടക്കരച്ചൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയി. എന്തുകൊണ്ടോ 1ാം സ്ഥാനം നമുക്ക് തന്നെ കിട്ടിയത്. അങ്ങനെ ആദ്യത്തെ ഒരു പുരസ്കാരം നമുക്ക് കിട്ടണം നമ്മുടെ സ്കൂളിൽ നിന്ന്. ആ വർഷം തന്നെയാണ് ജോക്കെ തോമസ് എന്ന കുട്ടി നാഷണൽ കളിച്ച് സ്പോർട്സിൽ നടത്തി. ആ റെക്കോർഡ് ഇപ്പോഴും ഭേദിച്ചിട്ടില്ല എന്നാണ്. ഞാൻ അടുത്ത് ജോസാറിന് ചോദിച്ചപ്പോഴും പറഞ്ഞ ഇതുവരെ അത് ഭേദിച്ചിട്ടില്ല എന്നാണ്. ജോക്കെ തോമസ് ആണ് ആ കുട്ടിയുടെ പേര്. പിന്നെ 2003-ലാണ് കേരള കലോത്സവത്തിൽ നമ്മൾക്ക് ഓവറോൾ കിട്ടുന്നത്. ഓവറോൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ 2003 കിട്ടി, 2005 കിട്ടി, 2010 കിട്ടി. അങ്ങനെ 3 പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ, കേരളത്തിലെ ബെസ്റ്റ് സ്കൂൾ എന്നുള്ള പദവി 3 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓരോ ഓട്ടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂളിന്. അതൊക്കെ ഓട്ടങ്ങളൊക്കെ അച്ഛന്മാർ തന്നെ പരിഹരിച്ച് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടൊക്കെ മുന്നോട്ട് കയറിയിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മുടെ സ്കൂളിന് അംഗീകാരം റദ്ദാക്കുന്ന ഒരു ഘട്ടം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഗാനമേള നടത്തിയതിൻ്റെ ചെറിയൊരു പ്രശ്നത്തിൽ. അതും നമ്മൾ കേസ് നടത്തി വിജയിച്ചു. തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്, അവിടെ സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. പേരൻസ് വളരെ ആക്റ്റീവായിരുന്ന ആ സമയത്ത് അംഗീകാരം കിട്ടി പിൻവലിക്കുന്നുള്ള ഘട്ടം വന്നപ്പോഴേക്കും ഇങ്ങനെ ജനങ്ങളുടെ പേരൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടോടു കൂടി അത് വീണ്ടും പുനഃസ്ഥാപിച്ച് നമ്മുടെ സ്കൂൾ പിന്നെ മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് നമ്മളെ എല്ലാ സ്കൂളുകളിലെ പോലെ തന്നെയാണ് മുന്നോട്ട് പോകണത്. പിന്നെ അച്ചടക്കത്തിലും നമ്മുടെ സ്കൂൾ എപ്പോഴും മറ്റുള്ളവർ ഡി ഓഫീസിലായാലും ഡി ഡി ഓഫീസിലും ആ സ്കൂളിൽ കണ്ടുപിടിക്കുക, ആ സ്കൂൾ അങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ. ഇപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പോയാൽ ഗ്രേസ് മാർക്കിൻ്റെ പേപ്പറൊക്കെ നമ്മൾ കറക്റ്റ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പോലെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് കൊണ്ട് കാണിക്കുക, ഇല്ല ഇതേപോലെ ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മുടെ സ്കൂളിന് നല്ല പേരാണ് പൊതു സമൂഹത്തിലൊക്കെ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ സ്കൂൾ തുടങ്ങി 81-ലാണ് ആദ്യത്തെ ബാച്ച് CBSE ഇറങ്ങണത്. 3-4 വർഷത്തോളം CBSE സിലബസിലായി പോയിരുന്നു. പിന്നെ 86-ലാണ് നമുക്ക് വരുന്നത്. അന്ന് തൊട്ട്, അതായത് 81 തൊട്ട് ഈ 2023 വരെ ഉള്ള ബാച്ച് ഇറങ്ങിയപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ ആ സ്ഥാനം വിട്ടുപോയിട്ടില്ല തരാം. അതായത് 100% 100% തന്നെ. അത് ഇതുവരെ ഒരു സ്കൂളും ഭരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ കോഴിക്കോട് വേറെ സ്കൂളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഇടയ്ക്ക് തോറ്റുപോയ കുട്ടികളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ സ്കൂള് SSLCക്കും ഇതുവരെ വിട്ടുപോയിട്ടില്ല. +2 21ാമത്തെ വർഷമാണ് ഇപ്പോൾ എഴുതിയത്. അത് 20 വർഷം തുടർച്ചയായിട്ട് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് 100% തന്നെ. ആദ്യകാലത്തൊക്കെ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്കിൻ്റെ ഇതുണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചിരുന്നു. പിന്നെ അതൊക്കെ നിർത്തി. ഇപ്പോൾ CC എന്ന പേരിലാണ് ഇപ്പോൾ അറിയുന്നത്. അതിൽ തബലയുണ്ട്, ഗിത്താറുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, കർണാടക മ്യൂസിക് ഉണ്ട്, വെസ്റ്റേൺ ഡാൻസ് ഉണ്ട്. അങ്ങനെ പല ഭാഗത്തിലായി. ഡ്രോയിങ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ അത് ആഴ്ച 2 ദിവസം, തിങ്കളും ബുധനും. ആദ്യത്തെ സ്കൂൾ യൂണിഫോം ഉണ്ടായിരുന്നത് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം തന്നെയാണ്. അതിൽ ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ നിക്കറായിരുന്നു, നിക്കറും പാൻറ്റും. ഷർട്ട് ഐവറി കളർ, അതായത് ക്രീം കളർ. രണ്ടാമത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മാറ്റി ഷർട്ട് അത് തന്നെ ഐവറി കളർ തന്നെ, നിക്കറിൻ്റെ കളറ് കോഫി ബ്രൗൺ ആക്കി. പിന്നെ മൂന്നാമത് മാറ്റി റോയൽ ബ്ലൂ, അതായത് ഇപ്പോൾ ഉപയോഗിക്കുന്ന നീല പാൻറ്റും വൈറ്റ് ഷർട്ടും. അത് എല്ലാവരും അച്ഛന്മാർ പറഞ്ഞു ഇത് സ്റ്റാൻഡേർഡ് കളറാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെൺകുട്ടികൾക്ക് പാൻറ്റും കോട്ടും ആക്കി. ആദ്യം പിന്നഫറായിരുന്നു, ഇപ്പോൾ അത് കോട്ടാക്കി, ഷർട്ടാക്കി. അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറ് അത് തന്നെ, നീലയും വെള്ളയും. +2-ന് സ്കൈ ബ്ലൂ ആണ് ഷർട്ട്. അത് ഈ സ്കൂളിൽ ആദ്യം പബ്ലിക് സ്കൂളായിരുന്നു സ്കൂളിൻ്റെ പേര്. അപ്പോൾ അതിൽ പിന്നെ അത് 1 to 4 വരെ അംഗീകാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ചാക്കോ ഫാദർ കുറേ നടന്നു. അതിന് മുമ്പുള്ള അച്ഛന്മാർ നടന്നൊന്നും കിട്ടിയില്ല. ഒരാഴ്ച മുനീറുള്ള കാലത്തും
അച്ഛൻ മന്ത്രിസഭ മന്ദിരത്തിൽ കയറി ഇറങ്ങലായിരുന്നു. എന്നിട്ട് ആരുള്ള കാലത്ത്? മുനീറില്ലേ, മുനീർ. എന്നിട്ട് 1 തൊട്ട് 4 വരെ അംഗീകാരം കിട്ടിയില്ല. അപ്പാണ് CBSEയിൽ 1 തൊട്ട് 4 വരെ തുടങ്ങാൻ വെച്ചത്. അപ്പോൾ അതിന് അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. 5ൽ ഇവിടേക്ക് എടുക്കുക. അങ്ങനെ 2-3 വർഷം പോയി. പിന്നെ ഈ അടുത്താണ് നമുക്ക് കിട്ടിയത് അംഗീകാരം 1 തൊട്ട് 4 വരെ. ബിജു വന്ന് ജോണി കാന്തരച്ചൻ അതിൻ്റെ ബാക്കി നടത്തി. തുടർന്ന് അച്ഛൻ പോയി പിറ്റത്തെ വർഷം തന്നെ നമുക്ക് അംഗീകാരം കിട്ടി. അതിനിപ്പോൾ 1 തൊട്ട് 10 വരെ 12 വരെ നമുക്ക് അംഗീകാരമായി. എൻ്റെ ശരിക്ക് റിട്ടയർമെൻറ്റ് എൻ്റെ കഴിഞ്ഞതാണ്. 2013 എന്നെ റിട്ടയർ ചെയ്തതാണ്. പിന്നെ ഞാൻ അച്ഛന്മാരുടെ മാനേജ്മെൻറ്റ് തീരുമാനപ്രകാരം എന്നെ വീണ്ടും നിർത്തുകയാണ് ഇവിടെ. അങ്ങനെയാണ് ആ മറ്റു 38 വർഷം ഞാൻ ജോലി ചെയ്തതാണ്. 75 തൊട്ട് 2013 വരെ 13-14 എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതാണ്. വീണ്ടും അച്ഛന്മാരും എൻ്റെ വിഷമങ്ങളും കൊണ്ടും അച്ഛന്മാരെന്നെ ഇവിടെ വീണ്ടും തുടരാൻ അനുവദിച്ചു. അപ്പോൾ ബിജുഫാർ പറഞ്ഞു എന്നാൽ 50 വർഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടർന്ന് ഇപ്പോൾ അടുത്ത വർഷം 50 വർഷം ആവുകയാണ്. ആ 50 വർഷത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേർന്നുള്ളൂ.